ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒട്ടേറെ നിർണായകമായ വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ള ന്യായാധിപനാണ് ജസ്റ്റിസ് കെ സുകുമാരൻ. നീതിബോധത്തിൽ അധിഷ്ഠിതമാണ്, സാമൂഹ്യ ബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ളതാണ് ജസ്റ്റിസ് കെ സുകുമാരൻ്റെ വിധികളല്ല. കേരള ഹൈക്കോടതിയിലും ബോംബെ ഹൈക്കോടതിയിലും ജസ്റ്റിസായിരുന്ന അദ്ദേഹം പ്രമാദമായ പല കേസുകളിലും വിധി പറഞ്ഞിട്ടുണ്ട്. 1930 ജനിച്ച ജസ്റ്റിസ് കെ സുകുമാരൻ ഇന്നും അതിരാവിലെ ഉണരുകയും മലയാളത്തിലും ഇംഗ്ലീഷിലും ഇറങ്ങുന്ന എല്ലാ ദിനപത്രങ്ങളും വായിക്കുകയും രാത്രി വൈകി ഉറങ്ങുകയും നമ്മുടെ നീതി വ്യവസ്ഥയെക്കുറിച്ചും സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ന്യായാധിപൻ കൂടിയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് കലാകൗമുദിയിൽ അടുത്ത ഇടെ വന്ന ഒരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് കലാകൗമുദിയുടെ സ്ഥിരം വായനക്കാരനായ ജസ്റ്റിസ് വിളിക്കുകയുണ്ടായി. അജയൻ കോടോത്ത്, ഡോക്ടർ അജയൻ കോടോത്ത് എഴുതിയ CPM-നൊപ്പം മുങ്ങാനാണോ CPIയുടെ വിധി എന്ന ലേഖനം. CPI 100ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് അജയൻ എഴുതിയ ലേഖനം വളരെ ശ്രദ്ധേയമായിരുന്നു. അത് വായിച്ചിട്ടാണ് ഡോക്ടർ അജയൻ കോടോത്തിനെ വിളിക്കുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്രയും പ്രസിദ്ധനായ ഒരു ന്യായാധിപൻ ഇപ്പോഴും കൃത്യമായി കലാകൗമുദി വായിക്കുകയും കലാകൗമുദിയുടെ ലേഖനത്തെ വിലയിരുത്തുകയും എഴുത്തുകാരനെ വിളിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. പത്രാധിപർ കെ സുകുമാരനുമായും എഡിറ്റർ ഇൻ ചീഫായിരുന്ന മകൻ MS മണിയുമായും എല്ലാം ആത്മബന്ധമുള്ള ന്യായാധിപൻ കൂടിയാണ് ജസ്റ്റിസ് കെ സുകുമാരൻ. കല്ലട അഴിമതി കേസിൽ ജസ്റ്റിസ് സുകുമാരൻ സമർപ്പിച്ച റിപ്പോർട്ട് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച റിപ്പോർട്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ പല വിഷയങ്ങളും സംസാരിച്ചെങ്കിലും ഒരു ന്യായാധിപൻ ആയിരുന്ന ആൾ എന്ന നിലയിൽ പലതും ലേഖന രൂപത്തിൽ നൽകാം എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം എനിക്ക് നൽകി. അതിൽ അദ്ദേഹം എഴുതിയ ജീവിതവും നിയമവും, ജസ്റ്റിസ് കെ സുകുമാരൻ എഴുതിയ പുസ്തകം, അതിൽ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന സമസ്ത മേഖലകളെയും ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവതാരിക എഴുതിയിരിക്കുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ്. അതിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറയുന്നത് ജസ്റ്റിസ് സുകുമാരൻ എഴുതുന്ന ഗ്രന്ഥങ്ങളിൽ സാമൂഹ്യ നീതി പ്രധാന ഘടകമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളിലും അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടെ ഈ പുസ്തകത്തിന് ഞാൻ അവതാരിക എഴുതുന്നത്. നമ്മുടെ സമൂഹം അനീതിക്ക് വിധേയമായ ജനങ്ങളുടേതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം രാഷ്ട്രീയ വിമോചനത്തിൻ്റെ മാത്രമല്ല, സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വേണ്ടിയും ആയിരുന്നു. ആ അവതാരിക അവസാനിപ്പിക്കുന്നത് വായനക്കാരുടെ മുമ്പിൽ സുകുമാര ചിന്തകൾ അവതരിപ്പിക്കാനുള്ള അവസരം നൽകിയതിന് അദ്ദേഹത്തോട് നന്ദി പ്രകടിപ്പിക്കുന്നു. അഗ്നിയെപ്പോലെ ശക്തമായ വിപ്ലവ ചിന്തയിൽ നിന്ന് പുറപ്പെട്ട സുകുമാരൻ്റെ ഈ ഗ്രന്ഥം കേരളീയരുടെ ഇടയിൽ ശ്രദ്ധേയമായ ശക്തമായ ചലനം സൃഷ്ടിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം. ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പോലെ ഒരാൾ ഇത്തരത്തിലാണ് വളരെ ജൂനിയർ ആയിരുന്ന ജസ്റ്റിസ് കെ സുകുമാരനെ വിലയിരുത്തുന്നത്. അപ്പോൾ അദ്ദേഹവുമായി നടത്തിയ സംഭാഷണം കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് തോന്നി.
അതോടൊപ്പം തന്നെ അജയൻ ഗോഡൌത്തിൻ്റെ ലേഖനത്തെക്കുറിച്ച് പലവട്ടമാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം ഇത്രയും വസ്തുനിഷ്ഠമായ ഒരു ലേഖനം അടുത്ത കാലത്തൊന്നും വായിച്ചിട്ടില്ലെന്നും അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിലയിരുത്തൽ കൂടിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. എന്തായാലും ജസ്റ്റിസ് കെ സുകുമാരനെ കാണാനും സംസാരിക്കാനുമുള്ള അവസരമൊരുക്കിയത് ഡോക്ടർ അജയൻ ഗോഡൌത്തിൻ്റെ കലാകുമുദിയിലെ ഈ ലേഖനമാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹവുമായുള്ള സംഭാഷണത്തിലേക്ക് നമുക്ക് പോകാം. ഭരണഘടനയാണ് മുകളിലെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്നു. എല്ലാറ്റിനും മുകളിൽ ഭരണഘടനയാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ആ വിധത്തിൽ ഇല്ല ഉള്ള വിവാദമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാർ പറയുന്നത്? നിയമഭരണം തുടങ്ങിയത് മുതൽ നിയമത്തിൻ്റെയും നിയമമായ ഭരണഘടനയ്ക്കാണ് പ്രാധാന്യവും പ്രാമുഖ്യവും നൽകിയിട്ടുള്ളത്. രാജാക്കന്മാർ ഭരിച്ചിരുന്നതും അവർ നിയമവും ഭരണവും എല്ലാം ഉൾക്കൊള്ളുന്നതും ആണെന്ന ആശയം എത്രയോ ശതാബ്ദങ്ങൾക്ക് മുമ്പേ തകർന്നുപോയി. മാഗ്ന കാർട്ട അതിൻ്റെ ഒരു തുടക്കമാണ്. അതിനു മുമ്പുള്ള ചരിത്രം പ്രസക്തമാണെങ്കിലും അതിൻ്റെ ഇപ്പോൾ അധികം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഏതായാലും മാഗ്ന കാർട്ട വന്നതിന് ശേഷമുള്ള നിയമവികാസങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് ഒരു വ്യക്തിയുടെയോ ഒരു ചെറിയ സ്ഥാപനത്തിൻ്റെയോ അധീശാധികാരത്തിലുള്ളത് മാത്രമല്ല ഭരണഘടന, ജനങ്ങൾക്ക് വേണ്ടി എന്ന ആ നിർവചനത്തിൻ്റെ തുടക്കം അവിടെയാണ്. ഇന്നും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത വിധത്തിലാണ് ലോകത്തിൽ എല്ലായിടത്തുമുള്ള, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ എല്ലായിടത്തുമുള്ള നിയമഭരണത്തിൻ്റെ പ്രതിനിധികളുടെ ചിന്ത. സമീപകാലത്ത് ഇംഗ്ലണ്ടിൽ ഇത്തരമൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിലുണ്ടായിരുന്ന വിവിധ വികാസങ്ങൾ വായിച്ച ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി പാർലമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെപ്പറ്റി. ആ തീരുമാനം ശരിയല്ല എന്ന് അടിസ്ഥാനപരമായി നിയമസഭയുടെ പ്രാധാന്യം മാറ്റിക്കൊണ്ട് ഒരു വ്യക്തിക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഉള്ളൊരു സമീപനമാണതെന്ന് പരാതിപ്പെട്ടുകൊണ്ട് പ്രശ്നം കോടതിയിലെത്തി. അപ്പോൾ നമ്മൾ ഭരണഘടനയ്ക്ക് അതീതമായി ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അത് അതിൽ പ്രധാനമന്ത്രി നിർബന്ധമായും പറഞ്ഞു ജനപ്രതിനിധികളാണ് അവസാന വാക്ക്. ജനപ്രതിനിധികളുടെ നേതാവായ പ്രധാനമന്ത്രിയുടേതാണ് എല്ലാറ്റിലും മുകളിൽ ഉള്ളത്. ഇത് തെറ്റാണെന്ന് ഇംഗ്ലണ്ടിലെ സമുന്നത ന്യായാധിപ സമിതി, ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതിയായി, അവിടുത്തെ സുപ്രീം കോടതി എല്ലാ ജഡ്ജിമാരും ഉൾക്കൊള്ളുന്ന ഒരു ഫുൾ ബെഞ്ചിൽ പ്രശ്നത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിഗണിക്കുകയുണ്ടായി. അവസാനം ആ തീരുമാനം കോടതിയാണ്, പ്രധാനമന്ത്രിയല്ല നിയമസഭയല്ല, ഏറ്റവും പ്രധാനം പരിഭാവനം എന്നാണ്. ഇതേ സമീപനമാണ് അമേരിക്കയിലും ഉണ്ടായിട്ടുള്ളത്. ഇംഗ്ലണ്ടിൽ പോലും അങ്ങനെ ഒരു സമീപനം ഉണ്ടായി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇനി ആ കാര്യത്തിൽ സംശയിക്കാൻ
ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്ത്യൻ സുപ്രീം കോടതി വിധി. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന മതേതരത്വം, സോഷ്യലിസം എന്നീ പദങ്ങൾ തന്നെ ഒഴിവാക്കണം എന്നുള്ള ഒരു ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം, സാർ പേര് പറയണമെന്നില്ല, പ്രതിപക്ഷം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മതേതരത്വം, ജനാധിപത്യം അങ്ങനെ തുടങ്ങിയ, സോഷ്യലിസം തുടങ്ങിയ വാക്കുകൾ ഭരണഘടനയിലുള്ളതല്ലേ, അത് ഒഴിവാക്കാൻ കഴിയുമോ? അടിസ്ഥാനപരമായ ആശയങ്ങളാണവ, അതിപാവനമായ ആശയങ്ങളാണവ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ചെയ്യുന്നതാണ് ജനാധിപത്യം. ആ ആശയത്തിൻ്റെ അടിത്തറ മാറ്റിക്കൊണ്ട് മറ്റൊരാശയത്തിനും പ്രസക്തി ഇല്ല. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് ലോകത്തിൽ വിശ്വസിക്കുന്നത്. പിന്നെ ഏത് സമ്പ്രദായമാണ് വേണ്ടത്, ഭരണസമ്പ്രദായമാണ് വേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഒട്ടേറെ പര്യാലോചിച്ച ശേഷമാണ് ഭരണഘടനയുടെ പീഠിക ഭേദഗതി ചെയ്തത്. അതിലാണ് സോഷ്യലിസ്റ്റ് എന്ന പദം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഒരാശയം എന്ന നിലയിൽ അതിനേക്കാൾ നല്ല വേറൊന്ന് ഭരണഘടനയിൽ കൊണ്ടുവരാനില്ല എന്ന തീരുമാനത്തിലെത്തിയവരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതേ തരത്തിലുള്ള ആശയമാണ് അംബേദ്കർക്കും സഹോദരൻ അയ്യപ്പനും ഒക്കെയുള്ളത്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ പാർട്ടി, നിയമസഭാ പാർട്ടിയിൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോഷ്യലിസത്തെ പറ്റിയിട്ടാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു സമ്പ്രദായം എന്ന നിലയ്ക്ക് സോഷ്യലിസ്റ്റ് സമൂഹം ആണ് മനുഷ്യ പുരോഗതിക്കും ശാശ്വത ശാന്തിക്കും ഉതകുന്നത്. അത് പീഠികയിൽ ചേർത്തിട്ടുള്ളത് നമ്മളുടെ എല്ലാവിധത്തിലുള്ള നടപടികളെയും നിയന്ത്രിക്കുന്നതിനുള്ള ഒരു രക്ഷാകവചമായും വഴികാട്ടിയായും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതെ. അപ്പോൾ അത്തരം ഒരു ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. ചർച്ച ചെയ്തോട്ടെ, പക്ഷേ എൻ്റെ ഈ വിധത്തിലുള്ള നിലപാടാണ് അഭികാമ്യം. ഒരു നല്ല ലോകത്തിന് വേണ്ടത് അതാണ്. അതെ, എന്ന സമീപനം ആണ്. അപ്പോൾ ഒരു അമെൻമെൻറ്റിലൂടെ ഇത് കൊണ്ടുവരുമ്പോൾ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആണ് ഇത് കൊണ്ടുവന്നത്. ഈ അമെൻമെൻറ്റ് ഇത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കൂട്ടിച്ചേർത്തത് കൊണ്ട് അതിന് പ്രസക്തി നഷ്ടപ്പെടുന്നൊന്നുമില്ലല്ലോ. ഇല്ല, എത്രയോ അമെൻമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അമെൻമെൻറ്റുകളുടെ അഭിപ്രായം അല്ല, അമെൻമെൻറ്റുകൾ കൊണ്ടുവരുന്നത് ആവശ്യവുമാണ്. ഏത് നിയമത്തിനും കാലാകാലങ്ങളിൽ വേണ്ട ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. 1922 ആദായ നികുതി നിയമമാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. ഓരോ ശാഖയിലും നോക്കിയാലും മാറ്റങ്ങൾ, ഒരു കൊല്ലം തന്നെ പല ഭേദഗതികളും വരാറുണ്ട്. ഭേദഗതികൾ ആവശ്യമാണ്. ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ജോയിൻറ്റ്സ് എന്ന് പറയും. അതില്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. നിയമത്തിൻ്റെ ഭാഗമാണ്, നിയമഭരണത്തിൻ്റെ ഭാഗമാണ് ഭരണ നിയമങ്ങളുടെ ഭേദഗതികൾ. അതിപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം കൊണ്ടാടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇത് പറഞ്ഞത്. കാരണം ആ കാലത്താണ് ഇത് കൊണ്ടുവന്നത് ഈ അമെൻമെൻറ്റ്. അതുകൊണ്ട് മാത്രം അമെൻമെൻറ്റിൻ്റെ പ്രസക്തിയോ പ്രാധാന്യമോ പരിഭാവനതയോ മാറുന്നില്ല. ആ കാലഘട്ടം ഒരു പ്രത്യേക കാലഘട്ടമായി ഇന്ത്യൻ ചരിത്രത്തിലുണ്ടാവും, അത് തീർച്ച. പക്ഷേ അതിൻ്റെ സാരാംശത്തിലാണ് നമ്മൾ നോക്കുക. അതെ, കണ്ടന്റ് ഒരിക്കലും മാറുന്നില്ല. പിന്നെ ഈ അയോധ്യ വിധിയുമായി ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് അയോധ്യ വിധി പ്രസ്താവിച്ചതിനെക്കുറിച്ച്
മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് തന്നെ, ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞത്, അതിലാരും അന്ന് 4 ന്യായാധിപന്മാരുണ്ടായിരുന്നെങ്കിലും ആരും അതിൽ ഒപ്പുവെച്ചിട്ടില്ല വിധിക്ക് അടിയിൽ. അങ്ങനെ ചെയ്യാമോ? അത് ഒപ്പ് വെച്ചിട്ടില്ല എന്ന് അത് ഫാക്ചറാണ്, എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ഓക്കെ സാർ, ആയിക്കോട്ടെ സാർ. പിന്നെ ഈ കലാകൗമുദിയിൽ വന്ന ഈ ആർട്ടിക്കിളിനെ കുറിച്ച് നമുക്കൊന്ന് പറയുന്നതിൽ വിരോധമില്ലല്ലോ. അതായത് ഞാൻ കഴിയുന്നത്ര പുസ്തകങ്ങളും മറ്റുള്ള പ്രസിദ്ധീകരണങ്ങളും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ ഒരു ശീലമായിരുന്നു വായന. ആ വായന കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലുള്ള വഴിതിരിവ് ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ വായന കേട്ട് വളർന്നതാണ്. സ്കൂളിൽ പോയ ഉടനെ എഴുതിക്കാനും വായിക്കാനും തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പത്രവായന തുടങ്ങിയിട്ടുള്ളതാണ്. തലക്കൊട്ട് തൊട്ട് വരെ അവസാനം അച്ചടിച്ചതും പത്രാധിപരുടെയും പേര് വരെ. അതിൻ്റെ ഗുണം എനിക്ക് ഇത് വ്യക്തിപരമായ ഒരു കാര്യമാണ്, വ്യക്തിപരമായ കാര്യമാണ്. 4ാം ക്ലാസ്സിൽ എൻ്റെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് അയക്കുന്നതിന് പ്രേരിപ്പിച്ച ഒരു കാര്യമാണ്. 4ാം ക്ലാസ്സിൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത് ഈ പത്രവായനയും കിട്ടിയ കൂടുതൽ അറിവുകൾ കൊണ്ടാണ്. അത് പിൽക്കാലത്ത് അനുസ്യൂതമായി ഞാൻ ഇന്നും തുടരുന്നു. കുറച്ച് ആത്മപ്രശംസാപരമായിട്ട് പറയുകയാണെങ്കിൽ, എറണാകുളം പട്ടണത്തിൽ ഞാൻ അംഗമല്ലാതിരുന്ന ഒരു ലൈബ്രറിയിലും ഉണ്ടായിരുന്നില്ല. ശരി. പബ്ലിക് ലൈബ്രറിയിൽ അംഗമാകുന്നതിന് അതിയായ ആഗ്രഹമുണ്ട്, പല വിധത്തിലുള്ള ഉപകാരങ്ങളുണ്ട്. വലിയ മഹാരഥന്മാർ അതിൽ അംഗങ്ങളായിരുന്നു. പക്ഷേ അന്ന് എനിക്കതിന് അവസരം ഒരുങ്ങാഞ്ഞത് ഒരു ഗസറ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിലേ അന്ന് വേണം. ഈഴവ സമുദായത്തിലോ പിന്നോക്ക വിഭാഗങ്ങളിലോ അത്തരമൊരു ഓഫീസറെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത്. ഞാൻ അത് കാരണം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ പഠിപ്പും എൻ്റെ വായനയും അറിഞ്ഞിരുന്ന തൊട്ടടുത്ത വീട്ടിലെ മഹാമനസ്കനായ ഒരു ഉദ്യോഗസ്ഥൻ ഗസറ്റഡ് ഓഫീസർ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് വളരെ സന്തോഷത്തോടുകൂടിയും ആത്മാർത്ഥമായും എനിക്ക് ഒപ്പിട്ട് തന്നതും അത് കൊണ്ടുപോയി ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ മെമ്പറാവുന്നു. ഈ കാര്യം പബ്ലിക് ലൈബ്രറിയുടെ ഒരു വലിയ സമ്മേളനം ഇവിടെ നടന്നു. അതിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞു. പലരുമൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്തു. ഇവിടെയും ആത്മപ്രശംസ കടന്നു വരുന്നുണ്ട്. അന്ന് ഞാൻ ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ പറഞ്ഞു, എന്നെ ഞാനാക്കിയത് ഈ പബ്ലിക് ലൈബ്രറിയാണ്. ഈ പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി എൻ്റെ പരിമിതമായ സാമ്പത്തിക ശക്തിയിൽ വെച്ചുകൊണ്ട് 1,00,000 രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. 1,00,000 രൂപ കൊടുത്തു. കാരണം ഒരു കാലഘട്ടത്തിൽ ഞാൻ വായിക്കാത്ത ഒരു പുസ്തകവും പബ്ലിക് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊരു വ്യക്തി അങ്ങനെ പുസ്തകങ്ങൾ മുഴുവനും വായിച്ചിരുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന M.S. മേനോനാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പുസ്തക ശേഖരം മുഴുവനും പബ്ലിക് ലൈബ്രറിക്ക് കൊടുക്കാനുണ്ടായത്. ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ആഗ്രഹം ആ പുസ്തകങ്ങൾ മുഴുവനും വായിക്കണമെന്നായിരുന്നു. ഞാനത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ലൈബ്രറിയനായിരുന്ന ഭഗത് സിംഗ് എൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം വരെയും സേവനത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ലൈബ്രറിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞിട്ടു പറയും, ഞാനാണ് ആകെ മുകളിലുള്ള പുസ്തകത്തിൽ ഇങ്ങനൊരു പുസ്തകം ഉണ്ടാവും, ഒന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കും. അത്രയ്ക്ക് കൃത്യമായി അറിയാം. എനിവേ അതൊക്കെ അവിടെയാണ് സെൽഫ് ഫ്ലാറ്ററി വരണം, കുറച്ചുണ്ടാവും അതിൽ. ഏതായാലും അങ്ങനെ ആ വായന, ഞാൻ അംഗമാകാത്ത ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി,
ഒരു നഗരത്തിലും ഇല്ല. ഇപ്പോഴും സാറ് പത്രങ്ങൾ എല്ലാം ഞാൻ എല്ലാ പത്രങ്ങളും വായിക്കും? എല്ലാ പത്രവും വായിക്കും, പീരിയോഡിക്കൽസ് എല്ലാം വായിക്കും, പീരിയോഡിക്കൽ വായിക്കും. അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും സംഗതികൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്ഡേറ്റ് വേണം. ഞാൻ 4:30 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണിക്കേ ഉറക്കമുള്ളൂ. 1 മണിക്ക് ഊണ് കഴിഞ്ഞാൽ ഐ ഹാവ് 2 hours റിലാക്സേഷൻ ഉണ്ടാവും. എൻ്റെ ന്യായാധിപ ജീവിതത്തിൽ ഞാൻ ഉച്ചയ്ക്ക് ഒരു വിശ്രമിച്ചിട്ടില്ല. ആ സമയവും കോടതി കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിച്ചു. അത് കാരണം ഉച്ചയ്ക്ക് ഊണ് വേണ്ടെന്ന് ഞാൻ വെച്ചിരുന്നു. എൻ്റെ ചാരുകസേല എന്ന് ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. ഊണ് കഴിക്കില്ല, ഒരു കപ്പ് കാപ്പി മാത്രം പിടിച്ചുകൊണ്ടാണ്. കാരണം നല്ല ഒരു ഊണ് കഴിച്ചാൽ കുറച്ചൊരു ഡൈജസ്റ്റീവ് സ്റ്റ്യൂപ്പർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അറ്റൻഷൻ, കോൺസെൻട്രേറ്റഡ് അറ്റൻഷൻ ആ സമയത്ത് ഉണ്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഒരു ദിവസം പോലും ഞാൻ ന്യായാധിപനായിരുന്നപ്പോൾ ഊണ് കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ല. ടൈം വാസ് ഡിവോട്ടഡ് ഫോർ റീഡിങ് ആൻഡ് എൻജോയ്മെൻറ്റ്. അത് മുംബൈയിലായിരുന്നപ്പോഴും അല്ലേ? ബോംബെയിൽ ഞാൻ ഒറ്റക്കല്ലേ അവിടെ. ജസ്റ്റിസ് ഉഷ ഇവിടെയാണ്, ഒരു മോള് അമേരിക്കയിൽ, ഒരു മോള് ഇവിടെ തന്നെയും. പിന്നെ ഡൽഹിയിൽ പോയപ്പോഴാണ് എന്നോട് ഒരുമിച്ചുണ്ടായിരുന്നത്. പിന്നെ ഞാനെന്ത് ചെയ്യും, ഒരു 6 വലിയ മുറികളുള്ളൊരു കൊട്ടാര സദൃശം മലബാർ ഹോട്ടലിൽ ഞാൻ ഒറ്റയ്ക്ക് അറബിക്കടലിൽ കൂടി പോകുന്ന കപ്പലുകളെ നോക്കാൻ മാത്രമേ, ആസ്വദിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. I could perform to my satisfaction and to the satisfaction of the very enlightened lawyers of Bombay. ഞാൻ റിട്ടയർ ചെയ്യുമ്പോഴത്തേക്കും നരിമാൻ്റെ സാർ എഴുതിയിട്ടുണ്ടല്ലോ നരിമാനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ. അദ്ദേഹം എൻ്റെ ചേംബറിൽ വന്ന് പറഞ്ഞതാണ്, I do not go to the chamber of any judge, but I thought it was my duty to call on you in the chamber and only to tell you that you have risen up to the great standards of the Bombay High Court judge. അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായി. ജനങ്ങളുടെ ഒരു പ്രതീക്ഷയായിരുന്നല്ലോ കോടതികൾ എന്നും. ആ ഒരു വിശ്വാസ്യതയ്ക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടോ? കാരണം ഇപ്പോൾ സാറിൻ്റെ കാലം ഉൾപ്പെടെ അതിനെപ്പറ്റി എനിക്ക് എൻ്റെ വ്യക്തമായ അഭിപ്രായമുണ്ട്. ഓക്കെ. ഈ വായനയുമായി ബന്ധപ്പെട്ട് ചോദിക്കട്ടെ സാർ, ഇപ്പോൾ ഈ കലാകൗമുദി ആഴ്ച തോറും സാറിന് കിട്ടുന്നുണ്ട്, സാറ് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ അജയൻ കോടോത്ത് നമ്മുടെ കെ മാധവേട്ടൻ്റെ മകനാണ്, പഴയ വിപ്ലവകാരി. അപ്പോൾ അജയൻ ഇതെഴുതിയിട്ട് സാറ് അത് വായിച്ചിട്ട് അജയനോട് സംസാരിച്ചു എന്ന് പറയുന്നത് വലിയ അത്ഭുതത്തോടെയാണ് പുള്ളി കണ്ടത്. ദാറ്റ് ഐ ഫെൽറ്റ് വെരി ബാഡ്. ഞാൻ ജനറലി അങ്ങനെ ആരോടും പറയാറില്ല. ദിസ് article was particularly impressive because the correctness, completeness, chronology and clarity, 4-5 C വെച്ചുള്ളത് വെക്കുകയാണെങ്കിൽ ഇറ്റ് അപ്പീൽ ടു മീ പെർട്ടിക്കുലർലി. അല്ലെങ്കിൽ ഞാൻ പലരുടെയും മനസ്സിലുണ്ടാവുമെങ്കിലും അങ്ങോട്ട് വിളിച്ച് പറയാറില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ 100-ാം വർഷം, CPIയുടെ 100-ാം വർഷം ആഘോഷിക്കുകയാണല്ലോ സാർ. ആ സന്ദർഭത്തിൽ സാറിൻ്റെ ഈ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയണ്ട, പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയും ഇന്നത്തെ ഒരു വർത്തമാന കാലാവസ്ഥയും അവിടെ ഒരു സെൻസിറ്റീവ് സംഗതിയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് തുടങ്ങുന്നതിന് മുമ്പും പിന്നെ ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ചതിന് ശേഷവും ഫ്രീ ആയിട്ടുള്ള കാലഘട്ടത്തെപ്പറ്റി പല ചിന്തകളുമുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പറയുമ്പോഴത്തേക്കും അത് പ്രൊജക്റ്റ് ബാക്ക്വേർഡ്സും